ഇതാണ് നമ്മുടെ ഹാർബർ കേട്ടോ. ഫിഷിംഗ് ഹാർബർ എന്ന് വെച്ചാൽ നമ്മൾ മീൻ മാർക്കറ്റാണ്. മീൻ വന്ന് മേടിക്കാറ്. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബീച്ചിലെ ഇതിനടുത്തുള്ള മാർക്കറ്റാണ്. ചെന്നൈ നമ്മളെ മനസ്സിലായില്ലേ? ഇവിടെ ഹാർബർ ഉണ്ടോ? ഹാർബർ ഹാർബർ പിന്നെ അവിടെയും മീനുകൾ കൊണ്ടുവരുന്നുണ്ടോ? ഹാർബർ പിന്നെ ബോട്ട് പോകുന്നുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ വലിയ വലിയ ബോട്ടുകളുണ്ട്. അതൊക്കെ കടലിൻ്റെ നടുക്കൊക്കെ പോയിട്ട് പിടിക്കാനാണ്, മീൻ പിടിക്കാണ്. അതൊക്കെ ഇഷ്ടം പോലെ മീനും കൊണ്ട് വരും. ഇവിടെ സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അയില മേടിച്ചിട്ടുണ്ടെങ്കിൽ അയില പീസാക്കിയിട്ടിടാനുള്ള പരിപാടിയാണ്. ചൂണ്ടാനുള്ള പരിപാടി. നമ്മുടെ കയ്യിൽ 100 രൂപയ്ക്ക് അയില മേടിച്ചത്. നമ്മുടെ അയില അമ്മ പീസാക്കുമ്പോൾ സീനാണല്ലോ. ഇതൊന്ന് തുടച്ചോട്ടാ. എടാ എടുത്തേക്ക് ഇതൊന്ന് തുടച്ച. നിങ്ങൾക്ക് തല വേണ്ടേ? ഞാൻ 2 പീസ് എടുത്തിട്ട് പോകും. ഓ, ഇത് ചെറിയ മീൻ കൊത്തി തിന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്നലെ പോയിട്ട് ചൂടക്കടയിൽ പോയിട്ട് മസ്റ്റാർഡിൻ്റെ അടിപൊളി ഹുക്ക് മേടിച്ചിട്ട്, മസ്റ്റാർഡിൻ്റെ തിരണ്ടിനെ പിടിക്കാനുള്ള ഹുക്ക് മേടിച്ചിട്ട് അതിന് കൊളത്തിടാൻ പോകുന്നത്. ഞാൻ അതിൽ നിന്ന് ഞാൻ തെറ്റിച്ച് നോക്കിയാൽ നമുക്ക് കാശേന്ന് കൊണ്ടാ. അയ്യോ മാറടാ. നമ്മളെ കാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ഇരിക്കാം. മീൻ പിടിക്കാൻ പോകണ്ട. ചെറിയ ബോട്ടുള്ളത് ഇതൊരു ചെറിയ സ്ഥലത്ത് അതിൽ ഉള്ളിൽ പോകാണ്ട് കുറച്ച് കടലിൻ്റെ പുറത്തിലെങ്ങനെ വന്നിട്ട് മീൻ പിടിച്ച് പോകണമെന്നുണ്ടായി. കൊത്തണമെന്നില്ല, നോക്കിയേക്കാം. ഇനി സമയങ്ങളേനില്ല നമുക്ക്. നമ്മന്ന് ഇട്ട സാധനം ഒന്ന് വലിച്ചു നോക്കാൻ പോവാണേ എന്തായെന്നുള്ളത്. അയ്യോ കുടുങ്ങി. ആ ഇല്ല വരുന്നത് നമ്മൾ വലിക്കുകയാണ്. ഒരെണ്ണില്ല. ഇട്ട് നോക്കി അയിലയുടെ കോലം കണ്ടോ? അയിലൊക്കെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു നിങ്ങൾ തിന്നുകളഞ്ഞു കുഴപ്പം അയിലയില്ല കണ്ടോ? മറ്റേ നിലമയിലാണ് ഇരിക്കുന്നത്. നമുക്ക് പുതിയൊരു അയിലിട്ട് നോക്കി നോക്കാം, തലയിട്ട് നോക്കാം. ജംഷിദ് കാസ്റ്റ് ചെയ്യാൻ പോണ്. ആ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടുത്ത് ഞാൻ വീണത്. എടാ അത് മുങ്ങിപ്പോണില്ലല്ലോ. നീ വെയിറ്റ് ഇട്ടില്ല. വെയിറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല, വെയിറ്റ് 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 ഇടാണ്ടാണ്. ആ വെയിറ്റ് ഇട്ടില്ല കേട്ടോ. കാരണം അധികം ലോങ്ങിൽ പോകാൻ കേട്ടോ. നമ്മളിതുമായിട്ടൊന്നും കൊത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കണം നമ്മൾ. ഇതിനെന്തോ കിട്ടണ്ടെന്ന് കൊത്തണ്ടെന്ന് പറയണ്ട കേട്ടോ. അവനിങ്ങനെ കല്ലിൻ്റെ സൈഡിൽ തന്നെ ഇട്ടേക്കണത്, ചെറിയ കുളത്തന്നെ ഇട്ടേക്കണത്. അപ്പോൾ അതെന്തോ വലിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്തെത്തുണ്ട് കേട്ടോ. അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പോകണം. മാറിന്നോടാ, ജീവൻ വേണമെങ്കിൽ മാറിക്കോ. എന്നോടാ ജീവൻ വേണമെങ്കിൽ മാറിക്കോ. അയ്യോ സിക്സർ. ആ ബോട്ട് ആർഡർ നോക്കിയാ. ആ അത് വലിയ തരമാല. എൻ്റെ മോനെ കാണുമ്പോൾ പേടിയാണ്.
നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻ നല്ല മീനായിരുന്നു കണ്ടപ്പ, പക്ഷെ നോക്കുമ്പോൾ ചീഞ്ഞ മീനായിരുന്നു കേട്ടോ. പിളുങ്ങി പോവുക. എങ്ങനെയാണ്ട് പറക്കി കൂട്ടി ഒരു കുളത്തുമ്പോൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടോ. അത് നല്ല വീശി എറിഞ്ഞപ്പോണ്ടല്ലോ, കുറേ പീസുകളൊക്കെ തെറിച്ച് പോയി. ഇന്നായിരുന്നല്ലോ തല മാത്രം ഉണ്ടാവും ചിലപ്പോൾ. തല എടുക്കുമ്പോൾ ഇനി തലയുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ലായിരിക്കും. ചെറിയ ചെറിയ മീനുകളൊക്കെ തിന്നിട്ടുണ്ട്. നോക്കാം. കാസ്റ്റ് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നോക്കിയൊക്കെ കാസ്റ്റ് ചെയ്യട്ടോ. അവിടേക്കൊക്കെ കാസ്റ്റ് ചെയ്യും. അതായിട്ട് അടുത്തന്നെ വീണത്, കുറച്ച് മാറിപ്പോയി. ഇപ്പം നമ്മൾ ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടാണ്. നമ്മൾ ഒരു പ്രാവശ്യം കാസ്റ്റ് ചെയ്ത് പിന്നെ അത് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും തീറ്റ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കാസ്റ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കൊത്തുണ്ട് മീൻ. ജസ്റ്റ് ഒന്ന് കൊത്തുണ്ട്. ചെറിയ മീനായിരിക്കും, പക്ഷെ അറിയുന്നുണ്ട്. 2 പ്രാവശ്യം കൊത്തിയിട്ടോ. നമുക്ക് നോക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ അയില പക്ഷേ ഹാർഡായിട്ടുള്ള അയിലല്ല, ചീഞ്ഞളിഞ്ഞ അയില കാരണേ അത് നമ്മൾ കുളത്തുമ്പോൾ ചുറ്റി ഇങ്ങനെ വെച്ചേക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുമീൻ വന്ന് കൊത്തി തിന്ന് പോയാലും നമ്മളറിയില്ല. ചിലപ്പോൾ ഈ കൊത്തിക്കണത് ചെറുതായിട്ട് കൊത്തിയിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് ഇപ്പോഴും കൊത്തിയിട്ട്, അത് 3-ാമത്തെ പ്രാവശ്യം കൊത്തി. ചെറിയ മീനായിരിക്കും ചിലപ്പോൾ. ചെറിയ മീൻ വന്നാൽ കൊത്തുമ്പോൾ ചെറിയ മീനായിരിക്കും. വലുതാവാൻ ചാൻസ് ഇല്ല. വലുതാണെങ്കിൽ അങ്ങനെ തന്നെ മെഴുകിട്ട് പോകുന്നത്. ആ തീരണ്ടിനെ പിടിക്കാനുള്ള മൈൻഡിൽ വന്നാണ്. കുറച്ച് വലിയ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. വലിയ ഇതൊക്കെയാണ് ഇട്ടേക്കണത്. നോക്കി നോക്കാം, കിട്ടിയില്ലെങ്കിൽ പോവാം. പിന്നെ ഇവിടേക്ക് അതിനെ പിടിക്കാൻ വേണ്ടി പിന്നെ വരണ്ടല്ലോ. ആ എബിൻ്റെ ചൂണ്ട കുളത്തി പിടിച്ചിട്ടാ. ഉടക്കി കൈസ് ഉടക്കി ഞാൻ ഇറങ്ങി എടുക്കേണ്ടി വരും. ആ കുളത്ത് പോയതുകൊണ്ട്. എടാ അടി കാണണ്ടാ, അതെ കാണുന്ന നിന്റെ മീനവിടെ. ആ ചൂണ്ടങ്ങട് നാട്ട് മറ്റേതെടുത്ത് പിടിക്കുന്ന വള്ളിയും പിടിച്ച് വലിക്കും പയ്യ. ഇറങ്ങിയൊന്ന് എടുക്കാൻ ഞാൻ പറയില്ല കേട്ടോ. ഇറങ്ങി എടുക്കണ്ട, കുളത്ത് പോണീ പോട്ടെ. ഇവിടെ നല്ല താഴ്ചയുണ്ട്, നല്ല ഒഴുക്കാണ്. എടാ എൻ്റെ ചൂണ്ട നമുക്ക് കൊത്തണ്ട. അങ്ങനെ വലിക്കില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചു നോക്ക്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വലിച്ചു നോക്ക്. കിട്ടിയിട്ടാ? ആ കിട്ടി ഗൈസ്, കിട്ടി. എന്നാ ജസ്റ്റ് എൻ്റെ ജസ്റ്റ് ഒന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു മീനായിരിക്കും ചിലപ്പോൾ കേട്ടോ. അതായിരിക്കും, അല്ലെങ്കിൽ വലുതെങ്കിൽ കൊത്തി വലിച്ചിട്ട് പോയാൽ. മുള്ളു മാത്രമുള്ളടാ. നോക്കി നോക്കാം. ആഹാ പൊളി. ഇതേ ഇവൻ്റെ കണ്ട, ഞാൻ പറഞ്ഞില്ല കുഞ്ഞു മീനുകളാണ്. ഇവൻ്റെ നോക്കിയാൽ മുള്ളു മാത്രമേ ഉള്ളൂ. മുള്ളു മാത്രമേ ഉള്ളൂ ഗൈസ്. എല്ലാം കഴിച്ചു, എല്ലാം മീൻ തിന്നു കേട്ടോ. മുള്ളു മാത്രം വെച്ചേക്കാണ്. ഇതിൻ്റെ തലയുടെ ഉള്ളിലാണെങ്കിലും വായ മാത്രമേ ഉള്ളൂ തോന്നുന്നു, കാണാനില്ല. നമ്മൾ ഇവിടുത്തെ ഫിഷിങ് നിർത്തിയിട്ടാണ്. കാരണം തിരമാല പുറത്ത് കൂടി തുടങ്ങി. കൂട്ടുകാരനെ ചൂണ്ടന് കുടുങ്ങിയിട്ട് അവൻ ആ സൈഡ് പോയിട്ട് ഊരാൻ പോവാണ്. അവിടെ കുടുങ്ങിക്കുക, അറ്റത്ത് കുടുങ്ങിക്കുക. ഭയങ്കര വെയിറ്റ് ചൂണ്ട, വലിയ തലാരണേ. ഒരാളെ ചൂണ്ടിട്ട് മീൻ വയ്യാണ്ടായിട്ടാ. അതേ മോളിൽ കയറി ഇരിക്കാം. മാർക്കറ്റിൽ പോയി എന്തെങ്കിലും മീൻ മേടിച്ച്